സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കെ അടുത്ത ഗഡു ഫണ്ടിനുള്ള ശ്രമം ആരംഭിച്ച് സമഗ്ര ശിക്ഷ കേരള 2026-27 അക്കാദമിക വർഷത്തെ ഫണ്ട് ആവശ്യപ്പെട്ട് പ്രപ്പോസൽ സമർപ്പിക്കാനാണ് നീക്കം. 165 കോടി രൂപയാണ് നിലവിൽ കുടിശ്ശിക ഇനത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ളത്. ഭിന്നശേഷി കുട്ടികളുടെ പഠനം, ജീവനക്കാരുടെ ശമ്പളം തുടങ്ങി അടിസ്ഥാന കാര്യങ്ങളിൽ വരെ വലിയ പ്രതിസന്ധിയാണ് ഫണ്ട് ലഭിക്കാത്തതിനാൽ സമഗ്ര ശിക്ഷ കേരള നേരിടുന്നത്. PM ശ്രീ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാകാത്തതിന്റെ പേര് പറഞ്ഞാണ് കേന്ദ്രം പണം തടഞ്ഞുവെക്കുന്നത്. പദ്ധതിയുടെ കാര്യത്തിലെ തുടർ നടപടി എന്ത് എന്നതിൽ തിരക്കിട്ട ചർച്ചകൾ സർക്കാർ തലത്തിൽ നടക്കുമ്പോഴാണ് അടുത്ത ഗഡു ഫണ്ടിനു വേണ്ടിയുള്ള നീക്കം. വരുന്ന അക്കാദമിക് വർഷത്തെ മുഴുവൻ ഫണ്ടും ഒന്നിച്ചു വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കാനാണ് സമഗ്ര ശിക്ഷ കേരളയുടെ തീരുമാനം. ജൂൺ 5 ചേരുന്ന പ്രൊജക്ട് അപ്രൂവൽ ബോർഡ് യോഗത്തിൽ 734 കോടി രൂപയുടെ പ്രപ്പോസലാകും വയ്ക്കുക. നേരത്തെ LDF സർക്കാരിന്റെ കാലത്ത് സമർപ്പിച്ച പ്രപ്പോസൽ പ്രകാരം 149 കോടി രൂപ കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ വിഭാഗത്തിലും സ്റ്റാർ പദ്ധതിയിലും പെട്ട തുകയാണ് അനുവദിച്ചത്. നിർബന്ധമായും അനുവദിക്കേണ്ട ഈ പണം ഒഴികെ ബാക്കി കുടിശ്ശിക വേണമെങ്കിൽ PM ശ്രീ പദ്ധതിയുടെ ബാക്കി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് കേന്ദ്ര നിലപാട്. ഇത് സംബന്ധിച്ച് വ്യക്തമായ മറുപടി ഇതുവരെയും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വന്നിട്ടില്ല. UDF-ൽ ചർച്ച ചെയ്യണമെന്നും മുഖ്യമന്ത്രി അന്തിമ തീരുമാനം അറിയിക്കുമെന്നുമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം. വരും ദിവസങ്ങളിലും PM ശ്രീയും SSK ഫണ്ടും ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.